പലരും പല കാര്യത്താൽ വിശേഷിപ്പിക്കുമെങ്കിലും ഒന്ന് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭിന്നശേഷിയാണ്, വ്യത്യസ്തങ്ങളായ കഴിവുകൾ അവർക്കുണ്ട്. പക്ഷെ ആ മക്കൾക്ക് പ്രത്യേകമായ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. എനിക്ക് ഇവിടേക്ക് കയറി വന്നപ്പോൾ അവിടെ കിടക്കുന്ന മക്കളെ അടക്കം ഓരോരുത്തരെയും കണ്ടുകൊണ്ട്, ഇവരെല്ലാവരെയും കണ്ടുകൊണ്ട് വന്നപ്പോൾ ഈ സ്ഥാപനത്തിന്, ഈ സംഘടനയ്ക്ക് എത്രമേൽ നിങ്ങളെ അഭിനന്ദിച്ചാലും മതിയാകില്ല. അത്രമേൽ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എല്ലാവരും. അച്ഛനമ്മമാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൊടുത്തുകൊണ്ട് ഈ മക്കളെ നമുക്ക് നോക്കാൻ കഴിയില്ല, നോക്കാൻ പറ്റുമോ? നമ്മുടെ മക്കളെ ഏറ്റവും കരുതലോടുകൂടി നമ്മൾ വളർത്തും. അതിൽ വീട്ടുകാരുടെയും സ്നേഹസാന്ത്വനം, സംഘടനയുടെയും മാത്രം പിന്തുണ പോലെ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ആവശ്യമാണ്. ഓരോ കുഞ്ഞിനെയും വളർത്തുവാൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ വളർത്താൻ ഒരുപാട് പിന്തുണ ആവശ്യമാണ്. തീർച്ചയായും വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായി ചുമതല ഏറ്റിട്ട് ഒരാഴ്ച തികഞ്ഞില്ല എങ്കിലും ഞാൻ ഉറപ്പു പറയാം, ഈ മക്കളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു പങ്ക്, ഒരു കരുതൽ എപ്പോഴും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഞാനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള മക്കളെ കാണുമ്പോൾ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സ്വന്തമെന്ന പോലെ തോന്നുന്ന ഒരു വികാരം, വാത്സല്യമാണ് ഉണ്ടാകുന്നത്. ഈ മേഖലയിൽ സ്വന്തം അനുഭവത്തിലൂടെ ഷീജയും സഹപ്രവർത്തകരും ഇത് തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ എത്ര പേർക്ക് സഹായം കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിന് കാണിച്ച നന്മ, ആ മനസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്മ തരുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. മക്കൾക്കെല്ലാം വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. ഏത് കഴിവാണോ അവർക്കുള്ളത് അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാം. അവരുടെ ഇഷ്ടങ്ങളും ശീലങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെ മുന്നോട്ട് നയിക്കാം. ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇവരെ സഹായിച്ച ഒട്ടനവധി നല്ല മനുഷ്യർ, ഒരുപാട് സുമനസ്സുകൾ ഉണ്ട് എന്ന് ഇരിക്കുന്നത് ഓരോരുത്തരും സഹായിച്ചാൽ ഇനിയും സമൂഹത്തിൽ ഒരുപാട് പേർ ഈ മക്കളെ സഹായിക്കാൻ മുന്നോട്ട് വരട്ടെ. അതിനെല്ലാം കഴിയുന്നതുകൂടി